അടുത്തത് നാലാമത്തേത് ജ്ഞാനയോഗമാണ്. അതിൽ വളരെ ഗംഭീരമായിട്ടുള്ള ശ്ലോകമാണ്, നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്. 4-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അല്ലേ? എവിടെയൊക്കെ അധർമ്മം വരുന്നോ അവിടെയെല്ലാം ധർമ്മത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ അവതരിക്കും. ഇങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭാഗവതത്തിൽ 2-ാമത്തെ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ 24 അവതാരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് ഭഗവാൻ ഇതൊന്നുമല്ല, എണ്ണമറ്റ അവതാരങ്ങളാണ് ഭഗവാനുള്ളത്. നമ്മളെല്ലാവരും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ സാധാരണ ദശാവതാരം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമുള്ള ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഗജേന്ദ്ര മോക്ഷത്തിൽ ഭഗവാൻ വരുന്നു. പൃഥു മഹാരാജാവ് ഭഗവാന്റെ അവതാരമായിരുന്നു. ഋഷഭദേവൻ ഭഗവാന്റെ അവതാരമായിരുന്നു. കപില മുനി, ഇങ്ങനെ ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. എവിടെയൊക്കെയാണോ ധർമ്മം ക്ഷയിക്കുന്നത് അവിടെയൊക്കെ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. ഓരോ മനസ്സിലും അധർമ്മത്തിന് വേണ്ടിയിട്ട് ചോദ്യം ചെയ്യണം. അധർമ്മത്തിനെ ആ തിന്മയെ നശിപ്പിക്കണം, ഞാൻ ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഓരോ മനസ്സിലും തോന്നുമ്പോൾ ആ മനസ്സിൽ ഭഗവാൻ അവതാരം എടുക്കുകയാണ് ചെയ്യുന്നത്.